മാനപാത്രമായി മാറിയിടണേ. ആ കുശവൻ കയ്യിലെ ഒരു മാനപാത്രമായി മാറിയിടണേ. ഈ വചനം വായിച്ചപ്പോഴത്തേക്ക് എന്നെ ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്ക് മകനെ 1:8 പറയുന്നത്, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ മാത്രമേ വരുത്തുള്ളൂ. എന്നാൽ ജാതികളുടെ വാക്കാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമുക്ക് നന്മയ്ക്കായിട്ടില്ല, എല്ലാം തിന്മയ്ക്കായിട്ടാണ് അവർ നമുക്ക് ഓരോ പറയുന്നത്. നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിലും നമ്മളെ ഒരിക്കലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു കുഴിയിലോട്ട് തള്ളിയിടാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇങ്ങോട്ടെല്ലാം വായിക്കുമ്പോൾ പാപികളുടെ കൂടെ നമ്മൾ നിൽക്കുന്നതിനെ കുറിച്ചാണ് ഇങ്ങോട്ടെല്ലാം വായിക്കുമ്പോഴെല്ലാം ഈ വചനത്തിൽ പറയുന്നത്. പാപികളുടെ കൂടെ നമ്മൾ കൂട്ടുകൂടിയാല് നമുക്ക് ഒരു നന്മയും കിട്ടത്തില്ല, നമ്മൾ നശിക്കത്തേ ഉള്ളൂ. അവർ നമ്മളെ ദോഷം ചെയ്യുവാനാണ് നമ്മളെ കൂട്ടുകൂടുന്നതും എല്ലാം. അവർക്കാണെങ്കിൽ പാപികളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും അത്യഗ്രഹമാണ്, ഇനി വേണമെന്നുള്ളതായിരിക്കും. നമ്മൾ അവരുടെ കൂട്ടുകൂടിയാൽ നമുക്കും അങ്ങനത്തെ ഒരു ചിന്ത മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അവർ തെറ്റിലോട്ടാണ് ജാതികളോട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതെന്ന് വചനം വ്യക്തമായി പറയുന്നു. അതുപോലെ സദൃശ്യവാക്യങ്ങള് 13:13 നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. ഇത് എവിടെ നിന്നാണ് നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടുന്നത്? നമ്മൾ ജാതികളപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മോഷ്ടിക്കൊക്കെ ചെയ്താൽ നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. എന്നാൽ ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് വിലയേറിയ സമ്പത്ത് കിട്ടുന്നത്? അതിന്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമല്ല. ഒന്നെന്ന് പറയുന്ന സമയം. നമ്മുടെ സമയം നമ്മൾ ദൈവത്തിനായിട്ട് ചെലവഴിക്കുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം നമ്മുടെ ദൈവത്തിനായിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? നമ്മുടെ പൈസ ദൈവത്തിനായിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് സമയമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ വെക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്? ചിലര് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ രാവിലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അങ്ങനെയാണോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ ഒരു കുറവ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേന്ന് പറയുന്നത് ബൈബിൾ വായന. നമ്മൾ എത്ര നേരം ബൈബിൾ വായിക്കുന്നുണ്ട്? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെയാണോ നമ്മൾ വായിക്കുന്നത്? അതോ മണിക്കൂർ സംബന്ധിച്ചാണോ നമ്മൾ വായിക്കുന്നത്? അത് നമ്മളെ തന്നെ നമ്മളൊന്ന് വിലയിരുത്തണം. ഇതൊക്കെ വായിച്ചപ്പോൾ എന്നെ വിലയിരുത്തിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എത്ര ആത്മാർത്ഥതയോടെയാണ് വായിക്കുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ വായിക്കുന്നത്? അതോ നമ്മുടെ ജീവന്, നമ്മുടെ ആവശ്യബോധത്തോടാണ് നമ്മൾ വായിക്കുന്നതെന്ന് ഇത് വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചു. പിന്നെ ബൈബിൾ വായിക്കുന്ന മാത്രം പോരാ, അത് ധ്യാനിക്കുന്നുണ്ട്. അത് എത്രമാത്രം നമ്മൾ ധ്യാനിച്ചിട്ട് നമ്മുടെ കുറവുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു പോയിന്റാണ്. നമ്മൾ ദൈവമായിട്ടുള്ള നമ്മുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്ന അതാണ്. അല്ലാതെ ഭൗമികമായി നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്, പൈസ, ഇതൊക്കെ ഭൗമികമായിട്ട് നോക്കുകയാണെങ്കിൽ കിട്ടും. എന്നാൽ ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, നമുക്ക് തന്ന ആരോഗ്യം, നമ്മുടെ സമയവും ഇതൊക്കെ നമ്മൾ ദൈവത്തിനായിട്ട് എന്തുമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരോഗ്യം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വട്ടം ഉപവസിക്കുന്നുണ്ട്? നമ്മൾ ആരോഗ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നുണ്ടോ? നമ്മൾ ഉപവസിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഉപവസിക്കാറുണ്ട്. ഞാൻ അടക്കം ഉപവസിക്കുന്ന ആളാണ്. ഞാൻ ഉപവസിക്കുന്നത് വെച്ചാൽ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത്. പൈസ, നമ്മൾ എന്തുമാത്രം പൈസ ദൈവത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്? നമുക്ക് കിട്ടുന്നതിൽ നിന്ന് എന്തുമാത്രം നമ്മൾ ആത്മാർത്ഥതയോടെ കൊടുക്കുന്നുണ്ട്? അത് പിന്നെ അടുത്ത ഭൗമികമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിലയേറിയ സമ്പത്ത് ആരോഗ്യമായിരിക്കാം, വസ്ത്രമായിരിക്കാം, പാർപ്പിടമായിരിക്കാം, ആഹാരമായിരിക്കും. അല്ലേ? നമുക്ക് നല്ല ആഹാരം കിട്ടണമെന്നായിട്ടായിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നല്ല വസ്ത്രം വേണം. എല്ലാവരും നല്ല വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കും അതുപോലെ വേണം. പാർപ്പിടം, അല്ലേ? നല്ലൊരു വീട്, അതൊക്കെയാണ് നമ്മൾ ഭൗമികമായിട്ട് നമ്മുടെ വിലയേറിയ സമ്പത്ത് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിച്ചൊക്കെ ചിന്തിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഭൗമികമായിട്ടുള്ള നമ്മുടെ ഈ ഇതൊക്കെ ആഹാരമായിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, പാർപ്പിടം ആയിക്കോട്ടെ, ഇതൊക്കെ ദൈവം തരും. എങ്ങനെ? നമ്മൾ ദൈവത്തോട് ദൈവത്തിന്റെ ആവശ്യങ്ങളായാലും, പ്രാർത്ഥനയായാലും, ബൈബിൾ വായനയായാലും, ധ്യാനിക്കുന്നതായാലും നമ്മൾ എത്രത്തോളം ദൈവത്തിനായിട്ട് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദൈവം ബാക്കി ഇതെല്ലാം അതിന് നമുക്ക് തരും എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ദാവീദിനൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു, ആട്ടിടയനായിരുന്നു. ആ ആട്ടിടയനായ ദാവീദിനെ ദൈവം ഉയർത്തി സിംഹാസനത്തിൽ ഇരുത്താൻ അല്ലെങ്കിൽ രാജാവാക്കുവാൻ ദൈവത്തിനിടയായെങ്കിൽ നമ്മളെ ഈ ദിവസങ്ങളിൽ ദൈവം ഉയർത്തുവാൻ ഇടയാവും.
അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷീനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒട്ടകപ്പക്ഷിക്ക് കഴുത്ത് എന്ന് പറയുന്നത് നീളത്തിലുള്ള കഴുത്താണ് അല്ലേ? എന്തിനായിരിക്കും ഒട്ടകപ്പക്ഷിക്ക് നീളത്തിലുള്ള കഴുത്ത് ദൈവം കൊടുത്തത്? ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തിനായിരിക്കാം ഒട്ടകപ്പക്ഷിക്ക് നീളത്തിലുള്ള കഴുത്ത് കൊടുത്തത്? എന്തിനായിരിക്കാം? ഉയരത്തിലുള്ളത് എടുക്കാനായിരിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദൈവം നമുക്ക് തന്നത് നമ്മളെ ഇവിടെ ഉള്ള ഭൗമികമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാവരുത്, നമ്മൾ ഉയരത്തിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മളും ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം. ഇതിലൊക്കെ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് കാണുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്നും കൂടെ രൂപാന്തരപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ വിലയേറിയ സമ്പത്ത് എന്ന് പറയുന്ന വേദം ഒന്നുമല്ല കേട്ടോ. ആഹാരമോ വസ്ത്രമോ പാർപ്പിടമോ ഒന്നുമല്ല, പൈസയോ സ്വത്തോ ഒന്നുമല്ല. ഇവിടുത്തെ വിലയേറിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവത്തെക്കാട്ടി വിലയേറിയ ഒരു സമ്പത്തും ഈ ലോകത്തില്ല. അപ്പം ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങൾ ഓരോരുത്തരെയും